നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെറുപ്പം നിലനിർത്താനുള്ള 4 സുവർണ നിയമങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ആഹാരവും വെള്ളവും വിശ്രമവും ഉറക്കവും. അപ്പോൾ അതിൽ ആദ്യത്തെ ആഹാരത്തെ കുറിച്ചിട്ടുള്ള വിശദമായ വീഡിയോയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മൾ ആഹാരത്തെ പറ്റി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, പണ്ടത്തെ അപേക്ഷിച്ച് പഴയ കാലത്തൊക്കെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം എന്ന് പറയുന്ന വലിയൊരു ബുദ്ധിമുട്ട്, ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലെ. നമ്മുടെ കാരണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഒരു 3 തലമുറ മുമ്പ് മുത്തശ്ശന്മാരും മുതുമുത്തശ്ശന്മാരും അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ആഹാരത്തിനൊക്കെ വളരെ ക്ഷാമമായിരുന്നു. അപ്പോൾ അന്ന് ഒരു നേരമൊക്കെയാണ് ചിലപ്പോൾ ആഹാരം കിട്ടിയിരുന്നുള്ളൂ. കഞ്ഞിവെള്ളവും കപ്പയൊക്കെ കഴിച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ന് നമുക്ക് ആഹാരത്തിന് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾക്ക് വില വർധനവുണ്ട് അല്ലെ. വില കൂടുതലുണ്ട് എന്നതിന് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഭക്ഷണം കിട്ടായികയില്ല അല്ലെ. ഭക്ഷണത്തിന് നമുക്കൊരു ക്ഷാമം അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ട് എന്നുള്ള ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ആധുനിക യുഗത്തില് നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നമ്മൾ എവിടെയാണോ, വീട്ടിലോ ഓഫീസിലോ റോട്ടിലോ നമ്മൾ യാത്രയിൽ എവിടെ ആയിക്കൊള്ളട്ടെ, എവിടെ ഇരുന്ന് വേണമെങ്കിൽ പോലും നമുക്ക് ആഹാരത്തെ മൊബൈലിലൂടെ ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കാനുള്ള ഒരു സാഹചര്യം, ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇന്ന് അവൈലബിൾ ആണ്. രാത്രിയും പകലും ഒക്കെ ആഹാരം വിൽക്കുന്ന വിൽപ്പനശാലകൾ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ആഹാരത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ദാരിദ്ര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യന്റെ ആഹാരശീലം പഴയ കാലത്തെ അപേക്ഷിച്ച് നമുക്കിന്ന് വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും പറയും 3 നേരമൊക്കെയാണ് ആഹാരം കഴിക്കുന്നത്, അല്ലെങ്കിൽ 3 നേരം ആഹാരം കഴിക്കണമെന്ന് പറയും. പക്ഷെ ഇന്ന് നമ്മൾ ഓരോ വ്യക്തികളും സ്വയം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് 5ഉം 6ഉം നേരമൊക്കെ, പ്രത്യേകിച്ച് അർദ്ധരാത്രിയൊക്കെ ആഹാരം കഴിക്കുന്നു. പ്രത്യേകിച്ച് അമിതമായ ആഹാരവും നോൺ വെജ്, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരമൊക്കെ കഴിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ നമ്മുടെ യൗവനം നിലനിർത്തുന്നതിൽ എങ്ങനെയാണ് നമ്മുടെ ആഹാരശീലം ചിട്ടപ്പെടുത്തേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ശരീരത്തിന്റെ വിശപ്പറിഞ്ഞ് ആഹാരം കഴിക്കുക എന്ന് പറയും. എങ്ങനെയാണ് ശരീരത്തിന്റെ വിശപ്പറിയുക? നമ്മളിപ്പോ ഒരു നേരം ആഹാരം കഴിച്ചു, ആ ആഹാരത്തെ ശരീരം ദഹിപ്പിച്ച് ഊർജമാക്കി മാറ്റി ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എനർജി നൽകിയതിനു ശേഷം ആ ആഹാരത്തെ മലമായിട്ടോ മൂത്രമായിട്ടോ വിയർപ്പായിട്ടോ ശരീരം പുറന്തള്ളപ്പെടും. അങ്ങനെ പുറന്തള്ളപ്പെട്ടതിന് ശേഷമായിരിക്കും പലപ്പോഴും ശരീരത്തിന് വീണ്ടും വിശപ്പ് അനുഭവപ്പെടുന്നത്. ഈ വിശപ്പ് അനുഭവപ്പെടുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ വയറ്റിൽ നിന്നൊക്കെ ചില ഒച്ചയും ബഹളവും ഒരു തട്ടിലും മുട്ടലൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ വിശപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശപ്പിന്റെ ഒരു സിഗ്നൽ എന്ന് പറയുന്നത്. നമ്മൾ ഒരു തവണ കഴിച്ച ആഹാരം ദഹിച്ച് അത് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ വേസ്റ്റ് മാലിന്യം പുറന്തള്ളപ്പെട്ടതിന് ശേഷം മാത്രമാണ് പലപ്പോഴും ഈ വിശപ്പ് എന്ന് അറിയപ്പെടുന്ന സംഭവം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അതിനുശേഷം മാത്രമാണ് നമുക്ക് വീണ്ടും ആഹാരം കഴിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. പലപ്പോഴും ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ, അല്ലെങ്കിൽ വിശപ്പ് കൃത്യമായി അറിഞ്ഞ് ആഹാരം കഴിക്കുന്ന ശരീരത്തിൽ ദിവസവും ഒരു 2 നേരം ആ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളും വേസ്റ്റ് പുറത്തേക്ക് പോകപ്പെടുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് എല്ലാവരും വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം, ചില ആളുകൾക്ക് ഒരു നേരമായിരിക്കും ആഹാരം കഴിക്കാൻ ആവശ്യം വരുന്നുള്ളൂ, ചിലർക്ക് 2 നേരം വരും, ചിലർക്ക് അവരുടെ ജോലിയുടെ അല്ലെങ്കിൽ അവരുടെ യാത്രയുടെയൊക്കെ ഭാഗമായിട്ട് 2ഓ 3ഓ നേരമൊക്കെ ആഹാരം കഴിക്കാൻ വരും. പക്ഷെ നോർമലി നമ്മൾ ചിന്തിക്കേണ്ട എത്രയേ ഉള്ളൂ, വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക. അപ്പൊ അത്തരമൊരു ശീലത്തിലേക്ക് നമ്മുടെ ശരീരത്തെ മാറ്റിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പലപ്പോഴും ഒരുപാട് തവണയൊന്നും ആഹാരം കഴിക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഇത്തരം ഒരു ശീലം ശീലിക്കുന്ന ആളുകളിൽ അവരുടെ സൗന്ദര്യം, അവരുടെ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഈ 4 ഗോൾഡൻ റൂൾസിലെ വിശക്കുമ്പോൾ ആഹാരം കഴിക്കുക എന്നുള്ള ഒരു നിയമം തന്നെയാണത്. അപ്പൊ അതെല്ലാവരും ഒന്ന് പരിശീലിച്ച് നോക്കുക. നിങ്ങളുടെ സൗന്ദര്യത്തിന് വരുന്ന മാറ്റങ്ങളെ സ്വയം അനുഭവിച്ച് അറിയുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നന്ദി, നമസ്കാരം.